നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കാണപ്പെട്ട ദൈവമായ സർപ്പത്തിന്റെ അനുഗ്രഹമുള്ള ആയില്യം നക്ഷത്ര ജാതകരുടെ ശനിമാറ്റത്തെ പറ്റി ഉള്ള അവസ്ഥകളാണ്. അവർക്ക് ശനി ഇപ്പോൾ ചാരവശാൽ അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമശനി ദുഃഖവും ദുരിതവും കടവും കുടുംബസുഖവും കുറയ്ക്കുമെന്നുള്ളതാണ് ശാസ്ത്രപ്രകാരമുള്ള നിയമം. പക്ഷേ നമുക്ക് കർക്കിടകക്കൂറിന്റെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്രഫലം, അതായത് കുംഭത്തിൽ നിൽക്കുന്നത് കൊണ്ട് അഷ്ടമത്തിലെ ശനി ഇവർക്ക് ദോഷം ചെയ്യുകയില്ല. ഇടയ്ക്കിടയ്ക്ക് അല്പ നഷ്ടങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ, കടബാധ്യതകൾ, അതുപോലെ ആർക്കെങ്കിലും രൂപ കൊടുക്കുകയോ സ്വർണം കൊടുക്കുകയോ എല്ലാം ചെയ്താൽ സമയത്തിന് തിരിച്ചു കിട്ടില്ല എന്നുള്ള ദുരിതമുണ്ട്. അതുപോലെ തന്നെ പിത്തം, വാതം, കഫം ഇങ്ങനെയുള്ള രോഗങ്ങളും ഇവർക്ക് വന്നു ചേരും. അല്ലാതെ പൊതുവെ ആയുസ്സിനോ മറ്റ് ദോഷദുരിതങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അഷ്ടമശനിയും 11 വേഴനും ഇവർക്ക് നല്ല ഫലങ്ങൾ ചെയ്യും. 2025 മാർച്ച് 29 വരെ അഷ്ടമശനി നിൽക്കും. ഈ അഷ്ടമശനിയുടെ കാലത്ത് ദുരിതങ്ങളാണ് ശാസ്ത്ര വഴി പറയുന്നു എങ്കിലും ഇവർക്ക് ഒരു ദോഷവും ഈ ശനി കൊണ്ട് ഉണ്ടാകുകയില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് പഴയ ഭൂമി ലഭിക്കുവാനുള്ള യോഗം, അതുപോലെ കോറി, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ലാഭങ്ങൾ, കുടുംബത്തിലെ സ്വത്ത് ലഭിക്കുവാനുള്ള ഭാഗ്യം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു. വ്യാഴന്റെ ഇഷ്ടസ്ഥിതി ഇവർക്ക് ഗ്രഹം വാങ്ങുവാനോ വയ്ക്കുവാനോ ഉള്ള യോഗത്തെയും ഭാഗ്യത്തെയും നൽകുന്നു. അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷൻ, സ്ഥാനം മാറി നിന്നവർക്ക് സ്വന്തം സ്ഥലത്തോ അല്ലെങ്കിൽ പോയി വരാനുള്ള അനുകൂലമുള്ള സ്ഥലത്തോ ഉള്ള സ്ഥലങ്ങളിൽ തൊഴിൽ ലഭിക്കുവാനും യോഗമായി കാണപ്പെടുന്നു. എപ്പോഴും സർപ്പാനുഗ്രഹം ഇവരെ കൂടെ ഉണ്ട്. അതുകൊണ്ട് യാതൊരു വശത്തും നോക്കിയിരുന്നാലും ഇവർ രക്ഷപ്പെടും. പഠനത്തിലായാലും ബിസിനസ്സിലായാലും അതുപോലെ തന്നെ വിദേശത്തായാലും ബന്ധുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയും അപ്പൂപ്പൻ, അമ്മമ്മ എന്നിവർ വഴിയും ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. ചില ഇഷ്ടദാനങ്ങൾ അതായത് ഇഷ്ടദാന ഭൂമികൾ കഷ്ടപ്പെടാതെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇവർക്ക് പൊതുവെ 11 വേഴൻ സർവ അവിഷ്ട സിദ്ധികളും ഉണ്ടാക്കുകയും ചെയ്യും. ഇവർ ഇന്നലെ വരെ ചില കഷ്ടപ്പാടുകൾ അനുഭവിച്ചുവെങ്കിലും ഈ ഘട്ടം മുതൽ അനുകൂല സ്ഥിതി വരികയാണ്. അതുകൊണ്ട് ഇവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. സാമ്പത്തിക ഇടപാടുകൾ അല്പം ശ്രദ്ധിക്കണം. കിട്ടേണ്ട പൈസകൾ കുറച്ചേ കിട്ടുകയുള്ളൂ. അതുപോലെ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഷെയർ മാർക്കറ്റിംഗ്, അതുപോലെ കമ്പനികളിൽ നിക്ഷേപം, ചില ധനസ്ഥാപനങ്ങളിൽ നിക്ഷേപം, ഇതെല്ലാം സ്വല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ അഷ്ടമത്തിലെ ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും സമയത്തിന് കിട്ടാതെ വന്നാൽ നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളുക. കർക്കിടകക്കൂറിൽ ജനിച്ച ഇവർ പൊതുവെ സാത്വികരായും നന്മ ചെയ്യുന്നവരായും മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ ഇടപെടുന്നവരായും മധ്യസ്ഥത പറയുന്നവരും ആയി ഭവിക്കും. ഇടവിട്ട്
മടി സ്വഭാവവും കാണിക്കും. അതുപോലെ തന്നെ നീർ സംബന്ധമായ അസുഖങ്ങളും ഇവർക്ക് ഇടവിട്ട് വന്നു ചേർന്നേക്കാം. അവ ചെറിയ മരുന്നുകൾ കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. ഇവർ പൊതുവെ ബുദ്ധിമാന്മാരും, സ്ത്രീ പുരുഷ ഭേദം തന്നെയാണ് പറയുന്നത്, ബുദ്ധിമാന്മാരും കലാകാരും കായികമായ കാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ളവരും ധനസമ്പാദ്യത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരും അങ്ങനെ കഷ്ടപ്പെട്ട് ധാരാളം ധനം സമ്പാദിക്കുന്നവരും ആയി ഭവിക്കും. പൊതുവെ പ്രശസ്തരായ പലരും ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരാണ്. ഇവരുടെ സ്വന്തം അധ്വാനത്താൽ ഇവർ വലിയ നിലകളിൽ എത്തിച്ചേരുന്നത് പതിവാണ്. പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർ, ഡോക്ടർ, എഞ്ചിനീയർ, നിയമം, അതുപോലെ തന്നെ IT മേഖലകൾ എന്നിവയിൽ ജോലിയുള്ളവർക്ക് പൊതുവെ അനുകൂലമുള്ള സമയമാകുന്നു. ഉയർന്ന ഉദ്യോഗർക്കും അനുകൂലമുള്ള സമയം. ഇതുവരെ പ്രതീക്ഷിക്കാതെ ഇരുന്ന ചില പ്രൊമോഷനും അതുപോലെ തന്നെ തൊഴിൽ നേടുവാൻ വേണ്ടി കഷ്ടപ്പെട്ട യുവാക്കൾക്ക് ഈ കൂറുകാരുടെ 11 വേഴൻ എല്ലാ അനുകൂലാവസ്ഥകളെയും കൊടുക്കും. ഒപ്പം ശനി ദോഷം ചെയ്യാതെ അവിടെ തന്നെ നിൽക്കും. ഇവർക്ക് പൊതുവെ യാത്രയിൽ താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിൽ അതീവ ആഗ്രഹവും മോഹവും ഉള്ളവരാണ്. കുടുംബത്തെ വളരെ സ്നേഹിക്കുന്നവരാണ്. കുടുംബിനികൾ ആയ പലരും ഭർത്താവിനെ സ്നേഹിക്കുകയും അതുപോലെ സന്താനങ്ങളെ സ്നേഹിക്കുകയും മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർക്ക് നല്ല ബുദ്ധിയും സർക്കാർ സംബന്ധിയായോ അല്ലെങ്കിൽ തത്തുല്യമായോ തൊഴിൽ ലഭിക്കുകയും ചെയ്യും. ഇവർ ജനിക്കുന്നത് ബുധദശയിലാണ്. ബുധൻ തന്നെ പാണ്ഡിത്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് പാണ്ഡിത്യ അവസ്ഥയിലേക്കും ബുദ്ധിയുള്ള അവസ്ഥയിൽ കൂടെയാണ് ഇവർ ജനിക്കുന്നത്. ഇവർ ബുധദശ 17 കൊല്ലമുണ്ട്. എങ്കിലും ജനിച്ച സമയം കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഒരു 10 കൊല്ലം ബുധദശ എടുക്കാം. അത് കഴിഞ്ഞാൽ ഈ ബുധദശാകാലത്ത് അല്പ ബാലപീഡകളും ബാലാരിഷ്ടതകളും കുഞ്ഞുങ്ങൾക്കുണ്ടാകും. എന്നാൽ ഈ കാലഘട്ടം വേഴന്റെ നല്ല സ്ഥിതി ആയതുകൊണ്ട് ഈ കാലഘട്ടം 2025 മാർച്ച് വരെ അവർക്ക് വലിയ രോഗദുരിതങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അതുപോലെ ആയുസ്സിനും നല്ല ബലം, ആയുസ് സ്ഥാനത്ത് തന്നെയാണ് ശനിയുടെ നിലയും. അതുപോലെ 10 വയസ്സ് കഴിഞ്ഞാൽ 7 കൊല്ലം കേതുദശ. അപ്പം 17 വയസ്സ് വരെ കേതുദശ. ആ കേതുദശയിൽ അല്പം പഠനത്തിന് മങ്ങലുകളും കുടുംബത്തിലുള്ള ബന്ധുക്കള്, പിതാവോ മാതാവോ അല്പം സ്ഥാനം മാറി തൊഴിൽ ചെയ്യുവാനുള്ള യോഗഭാഗ്യം ഇവർക്ക് ഉണ്ടാക്കും. ചിലപ്പോൾ സ്ഥാനം മാറി വീട് വയ്ക്കേണ്ട അവസ്ഥകളും ഇവർക്ക് ബാല്യത്തിൽ അനുഭവിക്കേണ്ടി വരും. അത് ഇടവിട്ട് അലർജി സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ പഠനത്തിന് വേണ്ടി ഇവർക്ക് 17 വയസ്സ് കഴിഞ്ഞാൽ ശുക്രദശ തുടങ്ങുകയാണ്. 20 കൊല്ലം. അങ്ങനെ 17ഉം 20ഉം 37 വയസ്സ് വരെ ശുക്രദശയാണ്. ഈ ശുക്രദശാകാലത്ത് 22, 23 ഇവരുടെ കോഴ്സുകൾ പൂർണ്ണമാക്കുകയും 23, 24 സ്ത്രീകൾക്കാണെങ്കിൽ ഉദ്യോഗവും വിവാഹയോഗവും, പുരുഷന്മാർക്ക് 23, 25, 26 നല്ല ഉദ്യോഗവും പഠന പൂർത്തീകരണവും 26-നകത്ത് വിവാഹവും, വാഹനം, വസ്ത്രം, ശേഷം വാഹനം, വസ്ത്രം, വച്ചുകൂട്ട്, നിധി പോലെയുള്ള പണം സൂക്ഷിക്കുവാനുള്ള ശക്തി. ഇപ്പം നിധി ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യക്കുറിയോ അല്ലെങ്കിൽ ബാങ്കിങ് സംബന്ധിച്ചുള്ള നിക്ഷേപങ്ങളിൽ നിന്നോ ധാരാളം ധനം ശേഖരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളും
ഈ കാലഘട്ടങ്ങളിൽ അനുഭവമാകുന്നു. ശേഷം 28, 29, 30, 33, 35 ഈ കാലഘട്ടങ്ങളിൽ സന്താനങ്ങളെ കൊണ്ട് നേട്ടവും അവർക്ക് പഠനവും വിദ്യയിൽ നിന്നുള്ള നേട്ടങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും. ഈ കാലഘട്ടങ്ങളിൽ ദേവിപ്രീതിയും ശിവപ്രീതിയും സർപ്പപ്രീതിയും വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ആദിത്യദശ 6 വർഷമാകുന്നു. ഈ ആദിത്യദശാകാലത്ത് സന്താനങ്ങൾക്ക് പുഷ്ടി, ഇവർക്ക് സ്ഥാനം മാറിയുള്ള തൊഴിലിൽ പ്രൊമോഷൻ, ചിലർക്ക് വിദേശവാസം, വിദേശയോഗം എന്നിവയെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. ഈ ദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ശിവന് ജലധാര, മൃത്യുഞ്ജയാർച്ചന എന്നിവ നൽകി ദശാസന്ധി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറ്റണം. അതുപോലെ അത് കഴിഞ്ഞാൽ 10 കൊല്ലം ചന്ദ്രദശ ഇവരുടെ സ്വക്ഷേത്ര രാശി ആയതുകൊണ്ട് നല്ല ബലവും ഐശ്വര്യവും സന്താനങ്ങൾക്ക് പഠനം, ഉദ്യോഗ ആദി ഭാഗ്യങ്ങളും അവർക്ക് വിവാഹാദി ബന്ധങ്ങൾക്ക് ചന്ദ്രദശയുടെ അവസാനം അനുകൂലാവസ്ഥകളും ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. ചൊവ്വാദശയിൽ ചിലപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും സ്ഥാനം മാറിയുള്ള തൊഴിലുകൾ ലഭിക്കുകയും അതുപോലെ തന്നെ സ്ഥാനം മാറിയുള്ള ഭൂമി വാങ്ങി വീട് വെച്ച് അവിടെ താമസിക്കുകയും എല്ലാം ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നു. അതിന് പഞ്ചാമൃത അഭിഷേകം നൽകി പൂജകൾ നൽകി ഈ ദശയുടെ ദോഷ അവസ്ഥകൾ മാറ്റിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ 18 കൊല്ലം രാഹുർ ദശാകാലം. രാഹുർ ദശാകാലം ഇവർക്ക് സർവത്ര ഐശ്വര്യങ്ങളും കീർത്തിയും സന്താനങ്ങളെ കൊണ്ട് നേട്ടവും പുത്രപൗത്രാദി സൗഖ്യവും സുഖവും സന്തോഷവും ഉണ്ടാകും. എങ്കിലും ഇടവിട്ട് ത്വക്ക് രോഗങ്ങൾ, കവരോഗങ്ങൾ എന്നിവയും അനുഭവയോഗമത്രേ. പ്രധാന സർപ്പക്ഷേത്രങ്ങളായ മണ്ണാർശാല, വെട്ടിക്കോട്, പാമ്പമേക്കാവ്, ആമേട, അനന്തങ്കാട് എന്നീ പുണ്യ നാഗക്ഷേത്രങ്ങളിൽ പോയി യഥാവിധി പൂജ അർച്ചനകൾ നടത്തി ഇവർക്ക് ഈ ദശയുടെ ദോഷങ്ങൾ മാറ്റുക. അത് കഴിഞ്ഞാൽ 16 കൊല്ലം വേഴദശ സർവ അഭിഷ്ട സിദ്ധികളും അനുഭവമാകുന്നു. പൊതുവെ ഇവർക്ക് അത് കഴിഞ്ഞാൽ ശനിദശ. പൊതുവെ ഇവർക്ക് അഷ്ടമശനി ദോഷങ്ങൾ ചെയ്യുകയില്ല. ഒപ്പം ഇവർക്ക് അനുകൂല അവസ്ഥകളെ ആണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ വരെ നാം കഷ്ടപ്പെട്ടവർ ഈ അഷ്ടമശനിയുടെ അവസാന ഭാഗത്ത് നല്ല സുഖവും സന്തോഷവും ഗ്രഹ അന്തരീക്ഷ ലാഭവും സന്താനങ്ങളാലും തൊഴിൽപരമായും വളരെ ഉന്നതിയും ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇവർക്ക് പൊതുവെ ബുധദശയിൽ ജനിക്കുന്നത് കൊണ്ട് മരതകക്കല്ല് ധരിക്കാം. അത് കഴിഞ്ഞാൽ കേതുദശയിൽ വൈദൂര്യക്കല്ല് ധരിക്കാം. അത് കഴിഞ്ഞ് വരുന്ന ശുക്രദശയിൽ വൈരക്കല്ല് ധരിക്കാം. അത് കഴിഞ്ഞ് വരുന്ന ആദിത്യദശയിൽ ചുവന്നരത്നം ധരിക്കാം. ചന്ദ്രദശയിൽ മുത്ത്, പിന്നെ വരുന്ന ചൊവ്വാദശയിൽ പൗഴം, രാമേതകം, ശനിയിൽ ഇന്ദ്രനീലം. ഇവ ധരിക്കുന്നതിൽ ദശയ്ക്കനുസരിച്ചാണ്. ദോഷങ്ങളൊന്നുമില്ല. എങ്കിലും സംശയമുള്ളവർ അടുത്തുള്ള ആചാര്യന്മാരുടെ അഭിപ്രായം കൂടെ തിരഞ്ഞിട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. പൊതുവെ നാഗത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹമുള്ള ആയില്യ നക്ഷത്ര ജാതകർക്ക് ഭാവിയും ഭൂതവും വർത്തമാനവും നന്നായിരിക്കും. സർപ്പഭഗവാൻ ഏറ്റവും അനുഗ്രഹിക്കുന്ന ഒരു നക്ഷത്രമാണ് ഇതെന്ന് നാം ചിന്തിച്ചു കൊള്ളുക. സർപ്പഭഗവാന്റെ അനുഗ്രഹവും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും സാസാവിന്റെ അനുഗ്രഹവും കൊണ്ട് ആയില്യ നക്ഷത്ര ജാതകർക്ക് പൊതുവെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. ഒപ്പം ഗുരുകടാക്ഷവും
ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് കൊള്ളുന്നു.